കണ്ണൂരിൽ CPM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ് ഇന്നലെ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ടി കെ ഗോവിന്ദൻ പാർട്ടി വിട്ടത്. ടി കെ ഗോവിന്ദൻ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുകയാണ്. ഗോവിന്ദ മാഷെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നലെ വരെ പാർട്ടിയുടെ സമുന്നത നേതാവും മലപ്പട്ടത്തെ തലമുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ഗോവിന്ദ മാഷ് ഇന്നു മുതൽ MV ഗോവിന്ദന്റെയും MV ജയരാജന്റെ ഒക്കെ ഭാഷയിൽ വർഗവഞ്ചകനാണ്. വർഗവഞ്ചകൻ ഇന്ന് പാർട്ടിക്ക് പുറത്തേക്കെന്നാണോ മനസ്സിലാക്കേണ്ടത്? വർഗവഞ്ചന എന്ന് പറയുന്നത് എന്താണ് എന്ന് ഈ ഗോവിന്ദൻ മാഷും MV ജയരാജനും ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വർഗവഞ്ചന എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ വഞ്ചിക്കുക എന്നുള്ളതാണ്. എന്ത് വർഗവഞ്ചനയാണ് ഞാൻ നടത്തിയത്? കഴിഞ്ഞ ആഴ്ച വരെ പാർട്ടി സെക്രട്ടേറിയറ്റിലും പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടിയുടെ നയത്തിനോ പാർട്ടിയുടെ തീരുമാനമോ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ നേർത്തിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങളിൽ ഞാൻ പത്രത്തിന് ചോർത്തി കൊടുത്തിട്ടുണ്ടോ? പത്രത്തിലൊക്കെ വാർത്ത ചോർത്തി കൊടുത്തവർ ഇപ്പോഴും അതിലിരിക്കുന്നുണ്ട്. ആ കുറ്റം മുഴുവൻ എനിക്കായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പാർട്ടിയിൽ നിൽക്കുന്ന സന്ദർഭം വരെ പാർട്ടിയിൽ ഒരു വർഗവഞ്ചനയും ഞാൻ കാണിച്ചിട്ടില്ല. സ്വന്തം വർഗത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ആളാണ് ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിക്കുന്നു. ഇനി മരിക്കുന്നതുവരെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. പിന്നെ ജയരാജനും ഗോവിന്ദമാഷൊക്കെ പറയുന്ന വർഗവഞ്ചന എന്താ? ഒരു പാർട്ടിയുടെ ജനാധിപത്യം, ആ ജനാധിപത്യത്തെ തകർത്ത് സ്വന്തം താല്പര്യം സംരക്ഷിക്കലാണോ വർഗ താല്പര്യം? അതാണോ വർഗ താല്പര്യം? ഞാൻ എതിർത്തത് അതല്ലേ. വേറെ എന്തെങ്കിലും ഞാൻ പാർട്ടിയെ എതിർത്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം, ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം, മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം, അതിന് താഴെയുള്ള എല്ലാ ലോക്കൽ കമ്മിറ്റികളും. ഈ കമ്മിറ്റികളിലൊക്കെ ഈ ജയരാജൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പല ലോക്കൽ കമ്മിറ്റി യോഗവും നടത്താൻ അവർക്ക് സാധിച്ചോ? അത്രയും ശക്തമായ എതിർപ്പല്ലേ വന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.